നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ജീവിത പങ്കാളി ഒറ്റപ്പെടുത്തുന്നു, മാതാപിതാക്കൾ ഒറ്റപ്പെടുത്തുന്നു, സ്വന്തം വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ എന്ന് വേണ്ട, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ബൈബിളിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോയ അനേക ജീവിതങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലേ? സ്വന്തം മാതാപിതാക്കന്മാരാൽ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരുന്നു ആര്? ദാവീദ്. ദാവീദ് ഇങ്ങനെ അദ്ദേഹം ആടിനെ തീറ്റി നടക്കുകയാണ്. മാതാപിതാക്കന്മാർ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല, ഭക്ഷണം കഴിയൊന്നും ഇല്ലാത്ത ഒരാള്. എന്നാൽ ഇതാർക്കും വേണ്ടാത്ത, എല്ലാവരാലും അവഗണിക്കപ്പെട്ട, ആർക്കും വേണ്ടാത്ത അവനെ തേടി ഒരിക്കലും ഒരാൾ ഓടി വന്നിരിക്കടാ ദാവീദേ, ദേ നിന്റെ പേരൻസ് വിളിക്കുന്നു, ഓടിപാടാ ഓടിപാടാ, ഒരാൾ നിന്നെ കാണാൻ വന്നിരിക്കുന്നു, ഒരാൾ നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. തൻ്റെ ജീവിതയാത്ര ഇത്രയും നാളുണ്ടായിട്ട് ഒരാൾ പോലും തന്നെ അന്വേഷിച്ചിട്ടില്ല. താൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും അന്വേഷിച്ചില്ല. പക്ഷെ ഒരു നാളിൽ ഇതാ ദാവീദിനെ തേടി ഒരാൾ, സ്വന്തം മാതാപിതാക്കന്മാരാൽ ഒറ്റപ്പെട്ടു പോയ ദാവീദ്, സ്വന്തം സഹോദരന്മാരാൽ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരുന്നു ആര്? പൂർവ്വ ജോസഫ് അല്ലേ? അവൻ പൊട്ടക്കിണറ്റിലേക്ക് സ്വന്തം സഹോദരന്മാർ അവനെ തള്ളിയിട്ടു. അവൻ അവിടെ ചെന്നെത്തുന്നതിന് മുൻപേ കർത്താവിന്റെ കരം ആ പാവത്തിനെ പിടിക്കാൻ ആ കിണറ്റിൽ ഇറങ്ങി നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോവുക. നമ്മൾ ആരും ഇത്ര ഒന്നും സഹിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. വീണ്ടും നമുക്കറിയാം, സ്വന്തം ജീവിത പങ്കാളിയാൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തിയായിരുന്നു ആര്? സ്വന്തം ജീവിത പങ്കാളിയാൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തിയായിരുന്നു ആര്? പറഞ്ഞേ. ബൈബിളൊന്നും വായിക്കാറില്ലേ? ഹലോ, ജോബ്. പിന്നെ സ്വന്തം ജീവിത പങ്കാളിയാൽ സാക്ഷാൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തി ആരായിരുന്നു? അത് ഒരു രോഗമൊക്കെ വന്നപ്പോഴാണ്. എന്നാൽ ജീവിത പങ്കാളി തെറ്റിദ്ധരിച്ച് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി വേണ്ടാന്ന് പറഞ്ഞ് കൊലക്കളത്തിലേക്ക് വിട്ട വ്യക്തി ആരാണ്? ഏക്കത്തിൽ ദൈവമേ, ഇത്രയും പേരുണ്ടായിട്ട് വചനം വായിക്കുന്നില്ല. നിങ്ങൾ ഇത്രയും വചനത്തെക്കുറിച്ച് അറിവുള്ളെങ്കിൽ നമ്മുടെ തലമുറയുടെ അറിവ് എന്തായിരിക്കും അല്ലേ? അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്ത് പകർന്നു കൊടുക്കുന്നു? മാതാപിതാക്കന്മാരെ, സ്വത്തല്ലാട്ടോ, സമ്പത്തല്ലാട്ടോ മക്കളെ രക്ഷിക്കുന്നത്. നിങ്ങൾ ഈശോയെ കൊടുത്താൽ ഈശോയെ തലമുറകളെ നോക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആഹാരം കൊണ്ടാക്കി കൊടുക്കലല്ല മാതാപിതാക്കന്മാരുടെ കടമ. അത് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ചെയ്യും. ഉച്ചക്കഞ്ഞി, പയറ്, പരിപ്പ്, വെണ്ടയ്ക്ക സൂപ്പ്, ഇതൊക്കെ ഉണ്ട് സ്കൂളില്. മുട്ടയുണ്ട്, ഏത്തപ്പഴമുണ്ട്, ഇതൊക്കെ സ്കൂളിൽ കൊടുക്കും, എവിടെ വേണേലും കൊടുക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു മാതൃത്വ ശുശ്രൂഷ, ദൈവഭയത്തിൽ മക്കളെ വളർത്തുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്വന്തം ജീവിത പങ്കാളിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തിയാണ് സൂസന്ന. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിലെ സൂസന്നയുടെ കഥയൊന്ന് വായിക്കണം. നിഷ്കളങ്കയായ സൂസന്നയെ തെറ്റിദ്ധരിച്ച് സ്വന്തം ജീവിത പങ്കാളി പോലും കൊലക്കളത്തിലേക്ക് നയിക്കുമ്പോൾ ഇതാ ദാനിയേൽ പ്രവാചകനിലൂടെ അവിടെ കർത്താവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടു പോയ വ്യക്തികളെ നോക്കിക്കൊണ്ട് സ്വർഗത്തിന് ഇന്ന് 2 കാര്യം ഈ ആന്തരിക സൗഖ്യം ധ്യാനം കൂടുന്ന കാര്യസ്വാമിനിലേക്ക് കാലെടുത്ത് വെച്ച് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, ഒറ്റപ്പെട്ടു പോയവരുടെ പക്കൽ കർത്താവ് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ദാവീദ് ഒറ്റപ്പെട്ടു പോയപ്പോ ദാവീദിന്റെ അടുത്ത് ആരുണ്ടായിരുന്നു? കർത്താവ് കുഴലിലെ തൈലം കൊണ്ട് സാമുവൽ ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. ഒറ്റപ്പെട്ടു പോയവരുടെ പക്കൽ ആര് നിൽപ്പുണ്ട്? കർത്താവ് നിൽപ്പുണ്ട്. പൂർവ്വ ജോസഫിനെ ഒറ്റപ്പെടുത്തി ഇതാ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പോ ജോസഫിന്റെ കൂടെ ആരുണ്ടായിരുന്നു? കർത്താവുണ്ടായിരുന്നു. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒറ്റപ്പെട്ടു പോയവരുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട്, മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ വെച്ച് തന്നെ കർത്താവ് നിന്നെ ഉയർത്തി നിർത്തും. സ്വന്തം മാതാപിതാക്കന്മാരുടെ മുൻപിൽ വെച്ചാണ് കുഴലിലെ തൈലം കൊണ്ട് കർത്താവ് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്രയോ വലിയവനാണല്ലേ. മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ വെച്ച് തന്നെ കർത്താവ് നിന്നെ ഉയർത്തി. ഈജിപ്തിലെ മന്ത്രിയായി പൂർവ്വ ജോസഫിനെ ആരുടെ മുമ്പിൽ വെച്ചാണ് ഉയർത്തിയത്? സ്വന്തം സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച്. ആരുടെ മുമ്പിൽ വെച്ചാണ് സൂസന്നയുടെ നിഷ്കളങ്കത തെളിയിക്കപ്പെട്ടത്? സ്വന്തം ജീവിത പങ്കാളിയുടെ മുൻപിൽ വെച്ച് സൂസന്നയുടെ നിഷ്കളങ്കത തെളിയിക്കപ്പെട്ടു. പ്രിയപ്പെട്ട, ഒറ്റപ്പെട്ടു പോയി എന്ന ജീവിതത്തിൽ എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല, തഴയപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് സ്വർഗത്തിന് 2 കാര്യം എന്ന് പറയാനുണ്ട്. ഒന്ന്, മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നിന്റെ പക്കൽ കർത്താവ് നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ വെച്ച് തന്നെ കർത്താവ് നിന്നെ ഉയർത്തി നിർത്തും. ഹല്ലേലൂയ.
ഇനി ഒരിക്കലും തളിർക്കില്ല, പൂക്കില്ല, ഇനി ഒരിക്കലും ജീവിതത്തിൽ ഉയരില്ല എന്ന് വിചാരിച്ചിരുന്ന അനേക ജീവിതങ്ങളെല്ലാം കരുപിടിപ്പിക്കപ്പെട്ടത്, പച്ച പിടിച്ചത് മരുഭൂമി യാത്രക്കിടയിലാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും പച്ച പിടിക്കുന്നത് മീൻസ് നിങ്ങളുടെ ജീവിതം ഒരു മരുഭൂ യാത്ര പോലെ ആയിരുന്നിരിക്കാം. പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത രാവുകളും സ്നേഹശൂന്യതായ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാ മരുഭൂമി യാത്രക്കിടയിൽ വെച്ച് യാക്കോബിന് ഒരു ദർശനം ഉണ്ടാവുകയാണ്. എല്ലാം തീർന്നുവെന്ന് വിചാരിച്ച് അവിടെ കിടന്നിരുന്ന കല്ലെടുത്ത് തലയ്ക്ക് തലയണയായി വെച്ച ഉറങ്ങിക്കിടന്ന യാക്കോബിനൊരു സ്വപ്നം. എവിടെ കിടന്നാ ഉറങ്ങുന്നത്? മരുഭൂമി കിടന്ന് ഉറങ്ങുന്നത്. അവിടെ കിടന്ന് ഇറങ്ങിയപ്പോ ഒരു സ്വപ്നം. എന്താ സ്വപ്നം? എന്താണ്? സ്വർഗത്തോളം മുട്ടുന്ന ഒരു ഗോവണിക്കട മാലാഖമാർ കയറുകയും ഇറങ്ങുകയും എല്ലാം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ മരുഭൂ യാത്രക്കിടയിലാണ് നമ്മുടെയൊക്കെ ജീവിതം തളരിക്കുവാൻ ദൈവം അനുവദിക്കുന്നത്. വലിയ മരുഭൂ യാത്ര ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇന്ന് ഈ കസേരയിൽ ഇവിടെ വന്നിരിക്കാൻ സാധ്യതകളില്ല. ഹല്ലേലൂയ. എത്രയോ പേരുടെ പ്രാർത്ഥനയും എത്രയോ പേരുടെ അകമഴിഞ്ഞുള്ള ആത്മാർത്ഥമായി ത്യാഗാർപ്പണവുമാണ് ഇത്രയും പേരെ ഒരാഴ്ചത്തെ ധ്യാനത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ജോബിന്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ജോബ് ഒരുപാട് നല്ല മനുഷ്യനായിരുന്നല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഏറ്റവും അധികം സഹായിച്ചത് 2 കാര്യങ്ങളാണ്. സഹനത്തിന്റെ പ്രേഷിതൻ എന്നൊക്കെ അറിയപ്പെടുന്ന ജോബിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ജോബിനെ സഹായിച്ചത് 2 കാര്യങ്ങൾ. എന്തൊക്കെയാണത്? ഒന്നാമതായി ജോബിനെ സഹായിച്ചത് ആരാണ്? ഹലോ, ജോബിനെ അറിയില്ലേ? ഹലോ, ജോബിനെ അറിയോ? ജോബിനെ അറിയാം. ബൈബിളിലെ ജോബിനെ പരിചയമുണ്ട്. ജോബിനെ ഏറ്റവും അധികം സഹായിച്ച ഒന്നാമത്തെ കാര്യമാണ് ഒരു ഓട്ടിൻ കഷ്ണം. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം എടുത്ത് വായിക്കുക. അവരുടെ കൂട്ടുകാർ വന്നപ്പോൾ ജോബ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് ശരീരത്തിൽ ഇങ്ങനെ ചൊറികളൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചൊറിയാനായിട്ട് അല്ലേ? തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കാൻ കിട്ടിയത് ഏറ്റവും അധികം സഹായിച്ചത് എന്താണ്? ഒരു ഓട്ടിൻ കഷ്ണം. ഓട്ടിൻ കഷ്ണത്തോട് ചോദിക്കുക, ഹേ ഓട്ടിൻ കഷ്ണമേ, നിന്റെ ജീവിത കഥ എന്നോടൊന്ന് പറയുമോ? ഓട്ടിൻ കഷ്ണം പറയും, ഞാൻ രാജ കൊട്ടാരത്തിലെ മനോഹരമായ ഒരു പാത്രമായിരുന്നു. എല്ലാവർക്കും സന്തോഷം പകരുന്ന രാജകുമാരി മാത്രം കൈകൊണ്ടെടുക്കുന്ന ഒരു മനോഹരമായ പാത്രം. എല്ലാവരും എന്നെ കണ്ട് കൊതി വിട്ടു. എല്ലാവരും എന്നെ കണ്ട് ഒത്തിരി കൊതിയോടെ നോക്കി. എന്നാൽ ഒരു നാളിൽ ആരുടെയോ കരങ്ങളിൽ നിന്നും അത് നിലത്ത് വീണ് ഉടഞ്ഞു. എന്നാൽ രാജകുമാരി തിരിഞ്ഞുപോലും നോക്കിയില്ല. സെർവൻസ് വന്ന് എന്നെ അടിച്ചു വാരി ഒരു വേസ്റ്റ് കുഴിയിൽ നിക്ഷേപിച്ചു. വെയിലും മഴയും മഞ്ഞും കൊണ്ട് ആർക്കും വേണ്ടാതെ, ഒരു കടാക്ഷം പോലും കിട്ടാതെ, എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ഒരു വേസ്റ്റ് കുഴിയിൽ കറിവേപ്പില പോലെ തള്ളപ്പെട്ട് ഞാൻ അങ്ങനെ കിടക്കുകയാണ്. പൊട്ടിത്തകർന്നു പോയല്ലോ എന്ന് വിചാരിച്ച് കണ്ണുനീരൊഴുക്കി ഇനി ആർക്കും വേണ്ട എന്ന് കരുതി ഞാൻ അവിടെ ഇങ്ങനെ മഞ്ഞത്തും മഴയത്തും വെയിലത്തും ഒരേ അവസ്ഥയിൽ ആരും തിരിഞ്ഞു നോക്കാതെ, ഒരു കടാക്ഷം പോലും തരാതെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇതാ ഒരു നാളിൽ രാജാവ് തന്നെ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. സ്വന്തം കരങ്ങളാൽ എന്നെ എടുക്കുന്നു. എന്നെ എടുത്ത് വീണ്ടും രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി രാജാവിൻ്റെ ആ ശരീരം തന്നെ ചുരണ്ടുവാൻ എന്നെ രാജാവ് ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ് ഈ ഓട്ടിൻ കഷ്ണം. എല്ലാവരും തഴയപ്പെട്ട് ഒരു നാളിൽ എല്ലാവർക്കും എല്ലാമായിരുന്ന നമ്മൾ മറ്റുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും വരുന്നവരെ സൽക്കരിക്കാനും എന്ന് വേണ്ട ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒരു നാളിൽ അവഗണിക്കപ്പെട്ട് വേസ്റ്റ് കുഴിയിലേക്ക് പോയിരിക്കാം. ഓർക്കണമേ, എല്ലാ പൊട്ടി നുറുങ്ങിയ പാത്രങ്ങൾക്കും പിന്നിൽ വലിയ ജീവിത കഥകൾ കർത്താവിന് പറയാനുണ്ട്. ഹല്ലേലൂയ. ഈ പൊട്ടി നുറുങ്ങിയില്ലായിരുന്നെങ്കിൽ രാജാവ് നിന്നെ കരങ്ങളിൽ എടുക്കുമായിരുന്നോ? നീ കാരിസ്വവന്റെ മുറ്റത്ത് കാല് ചവിട്ടുവാൻ നിനക്കല്ല യോഗ്യത എന്ന് പറയുന്നത് നിന്റെ പൊട്ടി നുറുങ്ങിയ അവസ്ഥയല്ലേ? കറിവേപ്പില പോലെ മറ്റുള്ളവരാൽ പുറന്തള്ളപ്പെട്ട അവസ്ഥയല്ലേ ഇന്നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? ഹല്ലേലൂയ. രണ്ടാമതായി ജോബിൻ്റെ ജീവിതത്തെ സഹായിച്ചത് എന്താണ്? ഏറ്റവും അധികം സഹായിച്ചത് അവരുടെ കൂട്ടുകാർ വന്നപ്പോൾ സോഫാറും അവർ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്താണ്? ഇതാ രാജാവ് എവിടെ ഇരിക്കുന്നു? രാജാവിൻ്റെ കുഷിൻ എന്താണ്? ചാരം. ഹലോ, രാജാവ് എവിടെ ഇരിക്കുന്നത്? ചാരത്തിലിരിക്കുകയാണ്. രാജാവിന് കുഷിനായത് എന്താണ്? ചാരത്തിലിരിക്കുകയാണ്. അപ്പോൾ 7 പേര് 7 ദിവസം കുത്തിയിരുന്നു. 3 പേര് 7 ദിവസം കുത്തിയിരിക്കും. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവർക്ക് അതുപോലെ വികൃതമായ ഈ അവസ്ഥയിൽ കുഷിനായിട്ട് ഇരിക്കുന്ന ചാരം കുഷിനാക്കിയിരിക്കുന്ന ഈ ജോബ് ചാരത്തോട് ചോദിക്കുക, ചാരമേ നിന്റെ ജീവിത കഥ എന്നോടൊന്ന് പറയോ? ആ ചാരം പറയും,
ഒരു നാളില് ഞാനൊരു ബലിമൃഗമായിരുന്നു. പ്രധാന പുരോഹിതൻ വന്നിട്ട് ബലിമൃഗത്തെ അറുത്തതിൻ്റെ മേധസ്സും മറ്റ് നല്ലതൊക്കെ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ബലിയർപ്പിക്കാനായിട്ട് കടന്നു വന്ന ബലിമൃഗമായ എൻ്റെ കുറവും മറ്റ് സാധനങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടു. ഒരു നാളിൽ എന്നെ തീ കൊടുത്തു ഇവിടെ കത്തിച്ച് ഇവിടെ ആർക്കും വേണ്ടാത്ത പോലെ ഇവിടെ ഉപേക്ഷിച്ചിട്ടു. എന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് ബാക്കി ഒരു വേസ്റ്റായി ഞാൻ അങ്ങനെ മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഇതാ ആർക്കൊക്കെയോ വേണ്ടി ബലിമൃഗമായി തീർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഏതോ കുടുംബത്തെ ഉയർത്താൻ, വ്യക്തികളെ ഉയർത്താൻ, കൂട്ടുകാരെ ഉയർത്താൻ, നാട്ടുകാർക്ക് വേണ്ടി ഇടവകക്കാർക്ക് വേണ്ടി പണിയെടുത്തവരാണ് നമ്മൾ. അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടും ഒരു ബലിമൃഗത്തെ പോലെ അറക്കപ്പെട്ട് വേസ്റ്റായി ഒരു സ്ഥലത്ത് നമ്മളെ തള്ളിയിട്ട് അവിടെ കത്തിച്ചിട്ടിരുന്നിരിക്കാം. എന്നാൽ ഒരു നാൾ ഇതാ രാജാവ് ഒരു പാത്രമായി അന്വേഷിച്ചു വരികയാണ്. എന്നെ ഒരു പാത്രത്തിൽ കോരിക്കൊണ്ട് വന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് രാജാവിൻ്റെ കുഷിനാകണമെങ്കിൽ ഞാൻ ഈ ചാരമായെങ്കിൽ മാത്രമേ രാജാവിൻ്റെ ചൂട് പകരാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. മാത്രമല്ല, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ നെറ്റിത്തടത്തിൽ ഇരിക്കണമെങ്കിലും ഞാൻ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഒരുപക്ഷെ ഒരു ചാരം പോലെയോ ഒരു ഓട്ട് കഷ്ണം പോലെയൊക്കെ തകർക്കപ്പെട്ടവരായിരിക്കാം ജീവിതത്തിൻ്റെ നാളുകളിൽ. ഒരപ്പൻ ഒരമ്മ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് കാണാം. മനുഷ്യര് നമ്മളെ അവഗണിച്ചിട്ടുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ദൈവത്തിന് കർത്താവ് അറിയാത്ത ഒരു സഹനവും നമ്മുടെ ആരുടെയും ജീവിതത്തിലില്ല. കർത്താവ് അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ ആരുടെയും കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്നില്ല. കണ്ണ് തന്നവൻ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീർ കണങ്ങൾ കാണാതിരിക്കുമോ? ചങ്ക് തന്നവൻ ചങ്കിന്റെ പെട അറിയാതിരിക്കുവോ? പ്രിയപ്പെട്ടവരെ, ദൈവം അറിഞ്ഞ സഹനങ്ങളും ദൈവം കണ്ട അന്ധകാര രാവുകളൊക്കെ മാത്രമേ നമുക്കുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഈ ആന്തരിക സൗഖ്യ ധ്യാനത്തിൻ്റെ 2ാം ദിവസത്തിൽ സിസ്റ്റർക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അധരം നിറച്ച് വചനം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇന്നലെ വരെ ഇവിടെ വരുന്നിടം വരെ നെഗറ്റീവ് ചിന്തകളും അസ്വസ്ഥതകളും മറ്റു ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും ഒക്കെ ആയിരുന്നിരിക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അധരം തുറന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കിടക്കുന്നിടം വരെ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിന് മുൻപ് ഓരോ വചനം ചൊല്ലി അങ്ങോട്ട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഏത് ജീവിതത്തിന്റെ അവസ്ഥകളെയും മാറ്റിമറിക്കുവാൻ വിശ്വാസത്തിന്റെ വചനത്തിന് സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടെ ദൈവവചനം തുറക്കാൻ അധരം തുറക്കുമ്പോൾ നമുക്ക് കർത്താവ്, നമ്മുടെ ശിരസ്സിന് മുകളിൽ കർത്താവ് സ്വർഗം തുറന്നിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇങ്ങനെ ഏത് പ്രതികൂലങ്ങളിലും ആ പ്രതികൂലത്തെ ഒന്നും മനസ്സിലെടുക്കത്തില്ല. വളരെ പ്രതികൂലം. ക്യാൻസർ രോഗം എന്ന ഒരു മാരക രോഗം വലിയ പ്രതികൂലമാണല്ലേ. സിസ്റ്റർ ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. റിസൈൻ ചെയ്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി 33ാമത്തെ വയസ്സിൽ റിസൈൻ ചെയ്ത് ഇറങ്ങിത്തിരിച്ച ആളാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പാതി വഴി 39ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗം എന്നെ പിടികൂടി. എല്ലാവരും പറഞ്ഞു അവസാനിച്ചു, ഇനി ശുശ്രൂഷയൊന്നുമില്ല. ഇത്രയും വചനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സിസ്റ്ററിന് പോലും രോഗമാണെങ്കിൽ ഈ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിശ്വാസം ഒരുവനെയും രക്ഷിച്ചിട്ടില്ല. നമ്മൾ ജീവിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് പറഞ്ഞേ. എൻ്റെ നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. എൻ്റെ നീതിമാൻ ജീവിക്കുന്ന ബാങ്ക് ഡെപ്പോസിറ്റ് വഴിയല്ല. എങ്ങനെയാണ് ജീവിക്കുക? എൻ്റെ നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. എങ്ങനെയാണ് ജീവിക്കുന്നത്? വിശ്വാസം വഴി. വിശ്വാസം, അതാണ് ഏറ്റവും വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എബ്രായ ലേഖനം 11ാം അധ്യായത്തിൽ 33 കൂട്ടം പേരുടെ വിശ്വാസം പറയുന്നുണ്ട് അല്ലേ? എന്താണ് 33 കൂട്ടം പേർ? എന്താണ് വാട്ട് യു മീൻ ബൈ ഫെയ്ത്ത്? എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കുന്ന താക്കോലിന്റെ പേരാണെന്ത്? വിശ്വാസം. ഈ അത്ഭുതങ്ങളുടെ കലവറ തുറക്കണമെങ്കിൽ എന്ത് താക്കോൽ ഉപയോഗിക്കണം? വിശ്വാസം എന്ന താക്കോൽ. നമ്മുടെ ബുദ്ധിയിലൊക്കെ പുതിയ തലമുറയ്ക്ക് വിശ്വാസമൊക്കെ ഒരുപാട് ക്ഷയിച്ചു പോയല്ലേ. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് നമ്മുടെ വിശ്വാസം കുറച്ചൊക്കെ കുറഞ്ഞു പോയി. ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ കിട്ടി. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്നലെ രാവിലെ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ, നേരത്തെ പള്ളി കഴിഞ്ഞു, അപ്പോൾ വന്നു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ 7 മിസ് കോൾ. ഒരു വിദേശത്ത് നിന്നുള്ള ഒരു കോളാണ്. 7 മിസ് കോൾ ഉണ്ട്. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഒരു ചേച്ചിയാണ് പൊട്ടിക്കരയാണ് ആ ചേച്ചി. ഞാൻ എന്ത് ചേച്ചി? ചേച്ചി കാര്യം പറ, എന്താന്ന് വെച്ചാൽ പറ. സിസ്റ്ററെ, എനിക്കൊരാണും ഒരു പെണ്ണുമായിരുന്നു സിസ്റ്റർ. ആ അതെ, എന്നിട്ട് എന്തു പറ്റി? പെണ്ണിന് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല സിസ്റ്റർ. ആണിന് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല സിസ്റ്റർ. അല്ല സിസ്റ്റർ, എനിക്കൊരു ആണും ഒരു പെണ്ണുമായിരുന്നു സിസ്റ്റർ.
ഈ ചേച്ചി ഏങ്ങലടിച്ച് പിന്നെയും കരയും. ഇതെന്താ ചേച്ചി പെട്ടെന്ന് പറയാവോ? ഞങ്ങൾക്ക് മണിയടിക്കുമ്പോൾ പ്രേയറിനൊക്കെ പോകണം കേട്ടോ. പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് അവസാനം എന്തായിരുന്നു ചേച്ചിയുടെ പ്രശ്നം പറ, ഞാൻ വചനമൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് ഞാൻ, സിസ്റ്ററെ കഴിഞ്ഞ ദിവസം എൻ്റെ ആൺകുട്ടി പെൺകുട്ടിയായി മാറി സിസ്റ്റർ. ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ ആൺകുട്ടി പെൺകുട്ടിയായി മാറി സിസ്റ്റർ. പ്രിയപ്പെട്ടവരെ, ആയുസ് ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നമ്മളെല്ലാവരും മുകളിലേക്ക് എടുക്കപ്പെടാനുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ പ്രധാന ദൂതൻ്റെ കാഹള ഉയർന്ന മധ്യാകാശത്തിലേക്ക് നമ്മളൊക്കെ എടുക്കപ്പെടും. നമ്മൾ നോക്കി വച്ചതും കെട്ടിപ്പൊക്കിയതും കണ്ടുവച്ചതും യൂട്യൂബിൽ കണ്ടതും ഇതൊന്നും നമ്മളെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നലില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം സിസ്റ്റർ? എൻ്റെ ആൺകുട്ടി പെൺകുട്ടിയായി മാറി, ഞാൻ എന്ത് ചെയ്യണം? സുന്ദരിക്കുട്ടിയായി അവൻ ഇരിക്കുകയാണിപ്പോൾ. എല്ലാ ഹോർമോൺസ് എല്ലാം, അവൻ്റെ അവയവങ്ങളൊക്കെ മുറിച്ച് നീക്കി ഹോർമോൺസ് എല്ലാം കുത്തിവെച്ച് അവൻ ഇങ്ങനെ പെൺകുട്ടിയായി മാറി. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ചേച്ചി കുരിശുരൂപം എടുത്തു വെച്ചിട്ട് കമിഴ്ന്ന് എണീക്കണ്ട അവിടെ. ചേച്ചി കിടന്ന് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്ക് ദൈവത്തിനു മുൻപിൽ, ദൈവത്തിനു മുമ്പിൽ നിലവിളിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളുടെ അവസ്ഥ ഇത്രമാത്രം മതപതനത്തിലേക്ക് നീങ്ങിയെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മുട്ടിലെ തഴമ്പ് ഇത്രയും മതിയോ? നിങ്ങളുടെ കരങ്ങൾ വിരിച്ചു പിടിക്കുന്നതിൻ്റെ സമയദൈർഘ്യം ഇത്രയും മതിയോ? നമുക്കറിയാം, മോശ കരങ്ങൾ വിരിച്ചു പിടിച്ചപ്പോഴെല്ലാം അവിടെ ഇസ്രായേൽ ജനത്തിന് വിജയമായിരുന്നു. നമ്മൾ ഓരോരുത്തരുമാണ്, ഓരോ കുടുംബനാഥനാണ് ഓരോ മോശ. കുടുംബനാഥയാണ്, നിങ്ങളെയാണ് കർത്താവ് ഈ കുടുംബം ഏൽപ്പിച്ചിരിക്കുക. സ്വർഗീയ മാലാഖമാർ ആകാശമോക്ഷത്തിലെ സ്തുതി ഗീതങ്ങളോടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നത് പോലെ ഈ ഒരു കുടുംബത്തിൽ നിന്നും ദൈവസ്തുതി ഉയരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഭൂമിയിൽ ഒരു കുടുംബം സ്ഥാപിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാവേ, നിന്റെ കരം ഉയർന്നിരിക്കണം, നിന്റെ മുട്ടിലെ തഴമ്പൊട്ടായി പൊട്ടണം നിന്റെ മക്കൾക്ക് വേണ്ടി. ചോദിച്ചു, ചേച്ചി എൻ്റെ സിസ്റ്റർ എല്ലാ മാസവും 2ാം ക്ലാസ് തൊട്ട് ഇഷ്ടം പോലെ പോക്കറ്റ് മണി കേരളത്തിലേക്ക് അയച്ചു കൊടുത്ത് 21 വയസ്സ് വരെ എല്ലാ മാസവും കൊച്ചിന് പോക്കറ്റ് മണി. എന്താ അവൻ ദുഃഖം എന്നറിഞ്ഞിട്ടില്ല, എന്താ വേദന എന്നറിഞ്ഞിട്ടില്ല. അവന് യൂട്യൂബും പലതരം ഫോണുകളും ആപ്പിളിൻ്റെ ഫോൺ മുതൽ എല്ലാം കൊടുത്തു. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ആയുസ് ഒന്നേ ഉള്ളൂ, സത്യദൈവം ഒന്ന് മാത്രം. ഹല്ലേലൂയ. യേശു ഏകരക്ഷകൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വചനം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, ഈശോ എന്നുള്ള നാമം. ഇവിടെ അമ്മമാരും കൊച്ചമ്മമാരും വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. പ്രാർത്ഥിക്കണം നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി. മറ്റൊന്നും അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ പറ്റിയില്ലേ? വിശ്വാസത്തിൻ്റെ അഗ്നി അവരിലൊന്ന് ആഴപ്പെടുത്ത്, വിശ്വാസത്തിൻ്റെ അഗ്നി അവർക്ക് കൊടുക്ക്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അപ്പൻ, ഞങ്ങളുടെ വീട്ടിൽ 5 മക്കളാണ്, വല്യപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ 2 വടിയായിട്ടാണ് കുരിശ് വരയ്ക്കാൻ. വലിയൊരു റബ്ബർ തടിയുടെ വലിയൊരു മുഴുത്ത വടിയും ഒരു കൊച്ചു ചൂരവടിയും. ഞങ്ങൾ ആരെങ്കിലും കയ്യിലിട്ടിരിക്കുന്ന ക്യൂടെക്സെ പണിതാൽ ഉടനെ ഒരു വാണിംഗ് ബെൽ. എന്തിനാണ്? എടി നിനക്കട്ടാടി എന്ന് ഞങ്ങൾ പറയും. ആരെങ്കിലും തലമുടിയെ പിടിച്ച് തലമുടി എന്തെങ്കിലും കുരിശുവരയുടെ സമയത്ത് എന്തെങ്കിലും കാണിച്ചാൽ ഉടനെ വാണിംഗ് ബെൽ. ഹല്ലേലൂയ. ഞാൻ മഠത്തിൽ ചേർന്നിട്ട് 28 വർഷമായി വ്രതം ചെയ്തിട്ട്. ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഞാൻ എന്നെങ്കിലും പടിഞ്ഞിരുന്ന് അലസതയോടും ആലസ്യത്തോടും കൂടെ ജപമാല ചൊല്ലിയാൽ എൻ്റെ അപ്പൻ്റെ വടിയുടെ ആ സിമെൻറ്റ് തറയ്ക്കിട്ട് അപ്പൻ വലിയ റബ്ബറിൻ്റെ വടിയെടുത്തിട്ട് അട്ടിക്കുന്ന അട്ടിയുടെ ഒരു സ്വരം എൻ്റെ കാതുകളിൽ മുഴങ്ങും. അറിയാതെ ഞാൻ മുഴങ്കാലിൽ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കോൺവെൻറ്റിൽ വന്ന് പഠിച്ചതിനേക്കാൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ദൈവഭയം എന്നെ നിലനിർത്തുന്നു. ഹല്ലേലൂയ. കോൺവെൻറ്റിൽ വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ കിട്ടിയെങ്കിലും എൻ്റെ ജീവിതത്തെ രൂഢമൂലമായി എനിക്ക് കിട്ടിയ മൂല്യങ്ങൾ, പ്രധാന മൂല്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അമ്മ 4ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 4ാം ക്ലാസ്സുകാരിയായി എൻ്റെ അമ്മ, ഞങ്ങളുടെ വീട്ടിൽ ഞാൻ മടത്തി ചേരുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ നാളെ നീ മടത്തി പോവുമല്ലേ, കർമ്മലയിലേക്ക് പോവുമല്ലേ, എൻ്റെ കുഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇന്ന് കുരിശ് വരച്ച് കഴിയുമ്പോൾ നമ്മൾ 7 പേരും കൂടെ തിരുഹൃദയ രൂപം, 5 മക്കളും അപ്പനും അമ്മയും കൂടെ ഈശോയുടെ തിരുഹൃദയ രൂപത്തിലേക്ക് ചേർന്ന് നിൽക്കും. എടി, ഞാൻ നിനക്ക് വേണ്ടി ഒരു പാട്ട് പാടി വന്നിട്ടാണ് നാളെ നിന്നെ കൊണ്ടുവന്ന് വിടുന്നത്. ഇന്ന് കുരിശ് വരെ കഴിയുമ്പോൾ ഒരു പാട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ റബ്ബർ പാൽ എടുക്കുമ്പോഴും കണ്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴൊക്കെ പാടുന്ന പാട്ടാണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ അതിരുകളില്ലാത്ത സ്നേഹം. അങ്ങനത്തെ ഒക്കെ പാട്ടുകളാണ് എൻ്റെ അമ്മ പാടിക്കൊണ്ടിരുന്നത്. എന്നാൽ 90-ാം ആണ്ടിൽ എൻ്റെ അമ്മ പാടിയ പാട്ട് തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ 7 പേര് നിറകണ്ണുകളോടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ഒരു പാട്ട് തുടങ്ങി. കാള തൻ്റെ ഉടയവനേ
കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കും. പാട്ടിന്റെ ട്യൂൺ നല്ലതാണെങ്കിലും എനിക്ക് ആ പാട്ട് ഇഷ്ടം. ഞാൻ പോകുന്നതിന്റെ തലേ ദിവസം എൻ്റെ അമ്മ കാളയുടെയും കഴുതയുടെയും പാട്ട് പാടി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അത്താഴത്തിന് കൊതി കുത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മ നിനക്ക് എന്നാ പറ്റിയിട്ട്, എന്തോ ഒരു നല്ല പാട്ടുണ്ട്, ഈ കാളയുടെയും കഴുതയുടെയും പാട്ട് പാടിയാണോ എന്നെ ഇറക്കി വിടുന്നത്. എൻ്റെ അമ്മയോട് ഞാൻ ദേഷ്യപ്പെട്ടു. എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞേ നിനക്കറിയാവോ, എടി ദൈവചിന്തയില്ലാത്ത, ദൈവപേടിയില്ലാത്ത ദൈവ പൈതങ്ങളെ കുറിച്ചുണ്ട് ദൈവപിതാവിൻ്റെ വിലാപ ഗാനമാണ് മോളെ അത്. നിന്നെ മടത്തി വിടുന്ന ഒരു ഉദ്യോഗസ്ഥയാക്കി തീർക്കാൻ വേണ്ടിയിട്ടല്ല. നീ ദൈവചിന്തയിലല്ല, ദൈവ ഭയത്തിലല്ല കോൺവെന്റിൽ ജീവിക്കുന്നതെന്നറിഞ്ഞാൽ, എടി കടല് പോലുള്ള ദുഃഖം ഈ വീട്ടിലേക്ക് കടന്നു വന്നാലും ഞങ്ങൾ എല്ലാവരും അത് സഹിക്കും കുഞ്ഞെ. എന്നാൽ നീ ദൈവചിന്തയിലല്ലെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനപ്പുറവാടി ഞാൻ ആ പാട്ടുപാടിയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ഹല്ലേലൂയ. ദൈവചിന്തയില്ലാത്ത പ്രഭാഷകന്റെ നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 6-ാം വചനം. 23-ാം അധ്യായം 6-ാം വചനം പറയുന്നു. എന്തു പറയുന്നു? ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാണ്. പറഞ്ഞേ, ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാണ്. ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാണ്. വചനമാണിത്, ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നത് എൻ്റെ അമ്മ മരിച്ചിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു എലിപ്പനി ബാധിച്ച് 52-കാരിയായ എൻ്റെ അമ്മ ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ അമ്മ ആശുപത്രി കിടന്ന് മരിക്കുകയാണ്. ഈ അമ്മയുടെ ഡെഡ് ബോഡിയുടെ മുൻപിൽ 24-കാരിയായി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ പാട്ട് ആവർത്തിച്ച് പാടി. ഞാൻ ഓർത്തു, ദൈവമേ, കടല് പോലുള്ള ദുഃഖം ഈ വീട്ടിലേക്ക് കടന്നു വന്നാലും മോളെ ഞങ്ങളെല്ലാവരും സഹിക്കൂടി. എൻ്റെ മക്കൾ ദൈവപേടിയിലല്ല ജീവിക്കുന്നതെന്നറിഞ്ഞാൽ ഞങ്ങൾക്കാവില്ല. എൻ്റെ മാതാപിതാക്കന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരാന്തരിക സൗഖ്യ ധ്യാനത്തിന് നിങ്ങളിവിടെ വന്നെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവചിന്തയില്ലാതെ, ദൈവപേടിയില്ലാതെ വളർത്തുന്ന മക്കൾ എത്രമാത്രം അധപതനത്തിലേക്കാണ് കൂപ്പുകുത്തുക. ഞാൻ ഒത്തിരി കൗൺസിലിംഗ് നടത്തുന്ന ആളാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. എല്ലാവരുടെയും പ്രതിസന്ധി എന്താ? വിശ്വസിക്കുന്നവന് എത്ര കാര്യങ്ങൾ സാധിക്കും. എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബ വൃക്ഷത്തിൽ ഇന്ന് തന്നെ എന്തു തന്നെ സംഭവിച്ചെന്നിരിക്കലും ബോധ്യം കിട്ടിയ നമ്മൾ അനുതാപ കണ്ണുനീരൊഴുക്കി ദൈവ തിരുമുൻപിൽ വിനയപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബ വൃക്ഷത്തിലും ഈശോ പൂജാതനാകും. ഹല്ലേലൂയ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം, ഈശോ ഏതു വംശ പരമ്പരയിലാണ് പൂജാതനായത്? ഈശോ എവിടെ ജനിച്ച, ആരുടെ വംശ പരമ്പരയിലാണ് ജനിച്ചത്? ദാവീദിന്റെ. ദാവീദ് ആരായിരുന്നു? പ്രമാണം ലംഘിച്ച ആളായിരുന്നു, കൊലപാതകയായിരുന്നു, വ്യഭിചാരം ചെയ്താല് ഒരുപാട് തിന്മകളാൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ആര്? ദാവീദ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം സമാധാന പ്രഭുവായ യേശു ക്രിസ്തു ദാവീദിന്റെ വംശ പരമ്പരയിൽ തന്നെ പൂജാതനായത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർക്കാറില്ലേ, അയ്യോ എൻ്റെ കുടുംബ വൃക്ഷത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് സിസ്റ്റർ, ഇത് സംഭവിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് നല്ലൊരു ജീവിതം, എൻ്റെ കുടുംബം ഒരിക്കലും ഉയരില്ല സിസ്റ്റർ, എല്ലാം നശിച്ചു, അവസാനത്തെ ആണിക്കല്ല് ഊരാറായി, തറവാട് നശിച്ച തറവാട്ടിലേക്കാണ് എന്നെ കൊണ്ടുവന്ന് കെട്ടിച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം നാശത്തിൽ നിന്നും പുനരുദ്ധരിക്കാൻ ഒരു വിളി നിന്റെ തലയിലുള്ളത് കൊണ്ടാണ് കർത്താവ് നിന്നെ അവിടെ തന്നെ കൊണ്ടുവന്നാക്കിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും വളരെ വലുതാണെന്ന് ഓർക്കണം. വലതുകര ഉയർത്തിക്കൊണ്ട് പറഞ്ഞ്, ഏതെങ്കിലും കുടുംബങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ സമയം തങ്ങളുടെ തലമുറയെ ഓർത്ത് വേദനിക്കുന്നെങ്കിൽ അവർ ഏറ്റെടുക്കേണ്ട ഒരു വചനമാണ് യെശയ്യാ 61:4. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പണ്ട് നശിച്ചു പോയവ അവൻ വീണ്ടും നിർമ്മിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ അവർ പുനരുദ്ധരിക്കും, തലമുറയായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. യെശയ്യാ
52, യെശയ്യാ 58:12. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. ഒളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇതൊക്കെ എന്താ ഞാൻ ഈ ചൊല്ലിയതൊക്കെ ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ ഈ വചനമൊക്കെ എവിടെ എടുക്കണം? പൊളിഞ്ഞ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ മതിൽ പൊളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ എന്നാണോ അതിൻ്റെ അർത്ഥം? തലമുറകളെ പിശാച് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ അല്ലേ? പൊളിഞ്ഞു കിടക്കുന്ന സംരക്ഷണം നഷ്ടപ്പെട്ട ചില വേലികൾ, പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കും. എന്താണ് ഭവനത്തിൻ്റെ കേടെന്ന് പറഞ്ഞാൽ? വിശ്വാസത്തിനും കൂതാശകൾക്കും നമുക്ക് വന്നു പോയിട്ടുള്ള അവിശ്വസ്തതകളാണല്ലേ. ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്ന് നീ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഈ കാരിസ് ഭവന്റെ ഈ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഭവനങ്ങൾക്ക് കേടുപോക്കുക. ഹല്ലേലൂയ.